പ്രിയമുള്ളവരെ, സ്പീഡ് ബോട്ടും ഫിഷിംഗ് ബോട്ടും ബോട്ട് ഡക്കുകൾ അടക്കമുള്ളവ നിർമ്മിക്കുന്ന കരുനാഗപ്പള്ളി ആലുംകടവിലെ കാക്കാത്തുരത്തിലുള്ള ഐലൻഡ് ബോട്ട് യാർഡിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ കുറേ വർക്കേഴ്സ് ഇവിടെ ഉണ്ട്, നമുക്ക് കുറേ വർക്കേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ്? സെക്ഷനാണ്. ഇത് ഇപ്പോൾ യൂണിഫോമിൽ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഡെക്കിന്റെ ഓപ്പറേറ്റർ, മെയിൻ ഓപ്പറേറ്റർ, മെയിൻ്റെനൻസ് ആൾക്കാരാണ്. പിന്നെ അവിടെ നിന്ന് താത്ത് വെക്കുന്നത് കലാസികളാണ്, കലാസി ടീമാണ്. കലാസി ടീമാണെന്ന് വെച്ചാൽ അത് നമുക്ക് കലാസി ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വലിക്കാൻ, ഇറക്കാനും, പിടിക്കാനും, പൊക്കി മാറ്റി വെക്കാനും ഇങ്ങനെയുള്ള വർക്കുകൾ. അതായത് ഇപ്പോൾ അതിൽ മെയിൻ്റെനൻസ് കൂടുതൽ, അതായത് ഇതിനെ പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് പറഞ്ഞല്ലേ. മെയിൻ്റെനൻസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ട്രോളിയിൽ വെക്കാൻ പറ്റത്തില്ല. അതിൽ നമുക്ക് കസ്റ്റമർ കുറയും, പിന്നെ ലോഡ്. അതുകൊണ്ട് അത് ഈ ട്രോളി ഒഴിവാക്കിയിട്ട് താഴെ ഇറക്കി വെക്കും അല്ലേ. നമുക്ക് ഈ നമ്മൾ ആ കാണുന്ന രീതിയിൽ നമുക്ക് ഒരു ബോട്ട് ഫുള്ള് ഫിനിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചിലവ് വരുന്നുണ്ട്? നമുക്ക് ഇപ്പോൾ ഒരു 100-110 അടിയുടെ ഒരു ഫിഷിംഗ് ബോട്ട് വെക്കണമെങ്കിൽ 1,60,00,000 രൂപ. 1,60,00,000 രൂപ വരും ഓൺ റൂട്ടിൽ ഇറങ്ങാം. നമ്മൾ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയത്തില്ല, അതുപോലെ ഓൺ റൂട്ടിന് 1,60,00,000 രൂപയാണ് വരുന്നത്. കംപ്ലീറ്റ് എല്ലാം നമ്മുടെ ഈ സ്പീഡ് ബോട്ടുകളൊക്കെ ആണെങ്കിലോ, സ്പീഡ് ബോട്ടുകളുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. അതിന്റെ ഇഞ്ചിന്റെ ഒരു ഹോഴ്സ് പവർ കുറയുമല്ലോ, അത് കൂടുന്നതനുസരിച്ച്. അപ്പൊ നമ്മുടെ നീഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ റേറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മുടെ ഐലൻഡ് ബോട്ട് യാർഡിലെ അജി ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ തുടങ്ങിയിട്ട് 2-3 വർഷത്തോളം. 3 വർഷം നിർമ്മാണം തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സാക്ഷ്യം കിട്ടി. 2 കൊല്ലത്തിൽ റണ്ണിങ് ആയി. 2 കൊല്ലത്തിൽ റണ്ണിങ് ആയി. ഇവിടെ നമ്മൾ ഏതൊക്കെ തരം ഇതാണ് സർവീസാണ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട് ഫിഷിംഗ് ബോട്ട് വള്ളങ്ങളാണ്. അതിന്റെ പുതിയത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, ഫാബ്രിക്കേഷൻ ചെയ്ത് ഇറക്കാറുണ്ട്, അതിന്റെ മെയിൻ്റെനൻസും ചെയ്യാം. അത് A to Z വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. അതായത് ഒരു പുതിയ ബോട്ടിനെ പാകപ്പെടുത്തി എല്ലാം ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഇൻക്ലൂഡിങ് പെയിന്റ് നമ്മൾ വീട് വെച്ച് കൊടുക്കും, താക്കോൽ കൊടുക്കുന്ന മാതിരി തീർത്ത് താക്കോല് കൈ തരും, കൊടുത്ത് ഇറക്കിയിട്ട് കൊടുക്കും. പിന്നെ മെയിൻ്റെനൻസ് വർക്കുകളും ചെയ്യുന്നുണ്ട്. മെയിൻ്റെനൻസ് A to Z ഇതിപ്പോ കണ്ടില്ല. ഇപ്പൊ നമ്മൾ ഇന്ന് വിഴിഞ്ഞത്ത് കിടന്ന സാധനം മെയിൻ്റെനൻസ് കൂടുതലുണ്ട്. അപ്പൊ അതിന് തട്ടി താഴെ വെക്കും. ബോട്ട് ഡക്കാ തോന്നുന്നില്ല, അത് ഡെക്ക്. അപ്പൊ A to Z മെക്കാനിക്കൽ സൈഡ്, എഞ്ചിൻ സൈഡ്, എന്ത് പണിയാലും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീഡ് ബോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പീഡ് ബോട്ടും ചെയ്യുന്നുണ്ട്. ഈ കാര്യം ഇപ്പൊ നമ്മൾ ഈ ടൂറിസമായിട്ടോ അല്ലാതെ ഈ വീടുകളിലുള്ളവരൊക്കെ സ്പീഡ് ബോട്ട് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ നോക്കുന്നത്. ഫൈബർ ബോട്ടുകളും ചെയ്യുന്നുണ്ടോ? ഫൈബർ നമ്മൾ അതിന് അച്ചുണ്ട്, വെച്ചിട്ട് ഓർഡർ അനുസരിച്ച്. അപ്പൊ എല്ലാത്തരം നമ്മൾ കാണുന്ന നമ്മുടെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരം ബോട്ടുകളാവട്ടെ, ഏതാണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടും. ഇനി മെയിൻ്റെനൻസ് നിങ്ങൾ ഏതെങ്കിലും സ്ഥലം തപ്പി പോവുകയാണെങ്കിൽ അതും പോകണ്ട, അതും നമുക്ക് ഈ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ ചില കാറുകളിലൊക്കെ അണ്ടർ കോട്ടിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്ക് ഷിപ്പിനടിക്കുന്ന പെയിന്റ് അടിക്കണം, എന്നാലേ അണ്ടർ കോട്ടിങ് പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഏത് പെയിന്റ് ഈ ഷിപ്പിന് കൊടുക്കുന്നത്? അത് ഷിപ്പിന് നമ്മൾ അടിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ 3 തരം ഇതടിക്കും. അതായത് ആദ്യം നമ്മളൊരു പ്രൈമർ അടിക്കും. പ്രൈമർ അടിച്ചതിന് ശേഷം കൂൾ ടാർ അല്ലെങ്കിൽ റെസ്റ്റോ ക്യാപ്പ്, റെസ്റ്റോസിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ്, അതടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്റി ഫോളിക് എന്ന് പറഞ്ഞൊരു പെയിന്റ് ഉണ്ട്. ഈ ആന്റി ഫോളിക്കാണ് ഫൈനൽ. നമ്മൾ ഫൈനൽ 3 കോട്ടിങ് അടിക്കും. 3 കോട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ ഈ തുരുമ്പ് വരാതിരിക്കാനും ഈ മുരി പിടിക്കാതിരിക്കാൻ വേണ്ടി സിങ്ക് എന്ന് പറയുന്നത്, ആനോഡ് എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്യും. അതില്ലെങ്കിൽ നമ്മൾ വർഷം അത് കരക്കയറ്റി താഴെ മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സിങ്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷം കേട്ടേണ്ട സാഹചര്യമില്ല. ഹൈഡ്രോളിക് പ്രസ് മെഷീൻ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് പ്ലേറ്റ്, വലിയ ഷാഫ്റ്റുകളൊക്കെ ബെൻഡ് ചെയ്യാനും ബെൻഡായത് നിവർത്താനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് 200-210 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അതുവരെയുള്ള സാധനം നമുക്ക് ബെൻഡ് ചെയ്യാനും നിവർത്താനും ഒക്കെ പറ്റും. ഇത് ലെയ്ത്ത് മെഷീൻ. ഇതാണ് നമുക്ക് മെയിനായിട്ട് പല സാധനങ്ങൾ കട്ട് ചെയ്യാൻ, ഇരുമ്പ് സാധനങ്ങൾ കട്ട് ചെയ്ത് നമ്മുടെ ഷേപ്പിന് വരുത്താനും, ചെറിയ സാധനങ്ങൾ, ചെറിയ ചാവിയുടെ ലോക്കുകളുണ്ട്, അത് കട്ട് ചെയ്യാനും, പിന്നെ ത്രെഡ് അടിക്കാൻ, പലതരം നമ്മൾ എല്ലാ രീതിയിലുള്ള ത്രെഡ് നമുക്ക് അടിക്കാം, പിന്നെ കട്ട് ചെയ്യാം. ഇതിനെല്ലാം മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതിനകത്ത് കുറേ പണികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ബെൻഡ് നോക്കിയിട്ട് നമ്മൾ ഹൈഡ്രോളിക് വെച്ചിട്ട് ബെൻഡ് എന്ന് നിർത്തും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫിഷിംഗ് ബോട്ടിൻ്റെ എൻജിൻ റൂമിനകത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ ഈ ഫിഷിംഗ് ബോട്ടിൻ്റെ എൻജിൻ റൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നും ഒക്കെ നമുക്ക് നമ്മുടെ അണ്ണനോട്ടൊന്ന് ചോദിച്ചു നോക്കാം. അണ്ണാ, നമ്മുടെ ഇതിനകത്ത് ഇത് നമ്മുടെ എൻജിൻ റൂമാണല്ലേ? ഇതേതാ, ഡീസൽ എഞ്ചിനാണോ വരുന്നത്? അതെ, ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് ഇപ്പൊ നമ്മളൊരു സാമാന്യം വലിയ ബോട്ടല്ല, ഒരു ചെറിയ മീഡിയം ബോട്ടാണ്. അപ്പൊ അതിനകത്ത് ഇരിക്കുന്ന ഇഞ്ചൻ എന്ന് പറയുന്നത്
280 HP സിനോട്രാക്ക് ചൈനയുടെ എഞ്ചിനായിരിക്കും. അപ്പോൾ ഇത് ഇഞ്ചൻ, അതിൻ്റെ അപ്പം ബാക്കിൽ അത് ഗിയർ ഇതിരിക്കുന്നത്. ഇത് ഗിയർ ബോക്സിനുള്ളിലേക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നു. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെയാണ് എഞ്ചിൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതിന്റെ വെളിയിൽ ബ്ലേഡ് വരുന്നു. അതിനകത്ത് ഗ്ലാൻഡ് ഇട്ടിരിക്കുന്നു, വെള്ളം ഭാഗത്തോട്ട് കയറാതിരിക്കാൻ ഗ്ലാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഈ ആർമേച്ചർ സൈഡൊക്കെ എവിടെ വരുന്നത്? ആർമേച്ചർ സൈഡൊക്കെ ഈ സൈഡാണ് ഇവിടെ വരുന്നത്, ഇപ്പുറത്താ വരുന്നത് അല്ലേ? ഇവിടെ വരുന്നത്. ഇത് വന്നിട്ട് ഇത് പിന്നെ മേലോട്ട് വേറെ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് നമ്മള് വീഞ്ച് വലയെടുക്കുന്നുണ്ടല്ലോ മേളില്, അപ്പൊ അതിനൊരു കണക്ഷൻ ഇത് കൊടുക്കും. പവർ ടെക്ക് വെച്ചിട്ട് അതിനകത്ത് ബെൽറ്റ് ഇട്ടിട്ട് മേളിൽ കണക്ഷൻ പോയിരിക്കാം. അതായത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ മുകളിൽ വലയെടുക്കുന്നതേ കാണുമല്ലോ. അപ്പൊ നമ്മൾ ആ കാണുന്ന സംഭവം ഈ കാണുന്നതാണ് നമ്മുടെ മുകളിൽ വലയിലേക്കുള്ള ആ ഒരു കണക്ഷൻ പോയിരിക്കുന്നത്. വീഞ്ച് എന്നാണ് പറയുന്നത്. വീഞ്ച് ഇതിന്റെ ഓപ്പറേറ്റർ മേളിൽ തന്നെ ഉണ്ട്. ആ ഓപ്പറേറ്റർ നമ്മൾ ചെയ്യുമ്പോൾ ഇത് റണ്ണിങ് ആവും, നമുക്ക് മേളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇതിനകത്തെ നമുക്ക് ഇത് ഈ നമ്മുടെ സാധാരണ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെയിൻ്റെനൻസ് എന്തായിരിക്കും ഇതിന് വരുന്നത്? ഇഞ്ചിനകത്ത് പിന്നെ അധികം മെയിൻ്റെനൻസ് വരുന്നില്ല. കറക്റ്റ് നമ്മൾ സർവീസിംഗ് ആണ്. കറക്റ്റ് ഇതിൽ നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നുണ്ട്. ഓയിലുണ്ട്. ഓയിൽ മാറണം, ഫിൽറ്റർ ഓയിൽ മാറണം, ഗിയർ ഓയിൽ മാറണം, പിന്നെ ക്രെഡിറ്റില്ലേ അത് സർവീസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ കറക്റ്റ്. ഇതിൽ നമുക്ക് എത്ര പിസ്റ്റണാ വരുന്നത്? ഇതിനകത്ത് 6 പിസ്റ്റൺ വരും. 6 വരെ 12 പിസ്റ്റൺ വരുന്നതുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന 6 പിസ്റ്റൺ വരുന്ന എഞ്ചിൻ റൂമിലാണ്. 12ഉം അതിന് മുകളിലുള്ളതുണ്ടെന്നോ അല്ലേ? അത് ഹെവി അനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. കാണുന്നത് ഇതിന്റെ ഡീസൽ ടാങ്ക് ആണ്. 2 കോർണറിലായിട്ട് ഇതും ഡീസൽ ടാങ്ക് തന്നെയാണ്, ഇതും ഡീസൽ ടാങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ടാങ്കാണ്. നമുക്ക് ഇവിടെ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാട്ടർ എടുക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. പക്ഷെ കുടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, കുളിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് എടുക്കുന്നത്. കാരണം ഈ നമ്മുടെ ഈ ടാങ്കേ എത്ര ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്? ഡീസൽ 5000 ലിറ്ററിൻ്റെ 2 ടാങ്ക് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2 സൈഡിൽ 2 പമ്പ് വെച്ചിട്ട് നമ്മുടെ ഈ താഴെ വരുന്ന വെള്ളത്തിനെ അടിച്ച് നമ്മൾ വെളിയിലോട്ട് കളയും. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നത്? ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളം വരുന്നത് നമ്മൾ നിൽക്കുന്നതിന്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റോറേജ് ആണ്. ഈ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഐസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഐസ് വെള്ളമായിട്ട് വരുന്നത് ആ വെള്ളം വഴി ഈ ഇഞ്ചൻ കള്ളി വരും. ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വാട്ടർ പമ്പ് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെളിയിൽ കളയും. അതെ. ഇതിപ്പോൾ നമുക്ക് സ്റ്റോറിൽ ഇറങ്ങി കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് പിന്നെ നോട്ടിക്കൽ മൈൽ, അത് ടൈമിങ്ങിൽ ഇത്ര മണിക്കൂറിൽ ഇത്ര ഓടി. അത് ടൈമിങ്ങിൽ എന്ന് പറയുന്നത് നോർമൽ ഓട്ടം കൊണ്ട് വലയിടുന്ന സമയത്ത്. ഇപ്പോൾ വലയിട്ടിട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ നമുക്ക് കത്തും. പക്ഷെ നോർമലി ഓട്ടത്തിന് പോകുന്നത് അധികം എണ്ണ കത്തത്തില്ല. ഒരു ദിവസം ഒരു ബോട്ടിന് ആവറേജ് 60-65,000 രൂപ ചിലവാണ്. ഇപ്പോൾ നമ്മൾ പണിക്ക് പോകുമ്പോൾ റണ്ണിങ്ങിൽ ഇരിക്കുമ്പോഴും അല്ലാതെ ഇഞ്ചിൻ്റെ മെയിൻ്റനൻസ്, ഇഞ്ചൻ സൈഡ് മൊത്തം അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എന്ന് പറയുന്ന ഒരാളാണ്. അയാളാണ് മൊത്തം ഇഞ്ചിൻ്റെ കാര്യങ്ങൾ കൈകാര്യം. പിന്നെ സ്രാങ്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ നമ്മൾ വർക്ക് എവിടെ മീൻ കിട്ടും, എങ്ങനെ എടുക്കും, അതിൻ്റെ ഉള്ള ടെക്നിക്കലി ഇല്ല. ഡ്രൈവർ എന്ന് പറയുന്നെങ്കിലും ഓടിക്കുന്ന ഡ്രൈവർ അല്ല, സ്രാങ്കായി. നേരത്തെ താഴത്തുനിന്ന് കാണിച്ചല്ലോ ഒരു വീഞ്ച് വരും എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ആ ഒരു വീഞ്ച് വരുന്ന, അതായത് ഈ നമ്മുടെ വല താഴത്തുനിന്ന് അല്ലേ, വല ഇറക്കി വിടുന്നതും ചരക്ക് എടുക്കുന്നതും ഈ വീഞ്ച് വഴിയാണ്. ഈ വീഞ്ച് ഇപ്പൊ താഴെ ഒരു പവർ ടെക്കിന്റെ അതിന്റെ ഓപ്പറേറ്റിംഗ് ആണ് അത്. അപ്പൊ അത് നമ്മൾ ഗിയർ ഇടുന്ന ഉടനെ ഇത് റണ്ണിങ് ആവും. റണ്ണിങ് ആകുമ്പോൾ വല കയറി വരും, അതുപോലെ ഇറങ്ങുകയും ചെയ്യും. നമ്മൾ ഇതിൽ ഹാങ് ചെയ്തിട്ടാണ് ചരക്ക് താഴോട്ട് ഇറക്കുന്നത്. അപ്പൊ ഇത് അതനുസരിച്ച് റിലീസ് ആയിക്കോട്ടെ. പൊക്കണ്ടപ്പോൾ ഇതിനെ നമ്മൾ ടൈറ്റ് ചെയ്ത് ബ്രേക്ക് ഉണ്ട്, നമ്മൾ ടൈറ്റ് ചെയ്യുക, ബ്രേക്ക് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുന്നത് നിർത്തണമെങ്കിൽ നമുക്ക് ഇതിൽ ബ്രേക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാം അല്ലേ? റിലീസ് ചെയ്യുന്ന ഇതിലാണ് അല്ലേ? അപ്പൊ നമ്മൾ ചന്ദ്രകാന്തം എന്ന് പറയുന്ന ബോട്ടിന്റെ വീലോസ് റൂമിനകത്താണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെയൊക്കെ നമ്മൾ ഇതിന്റെ ഈ ബോട്ടിന് തന്നെ എഞ്ചിൻ റൂമുകളും സ്റ്റോറിംഗ് റൂമും ഒക്കെയാണ് നമ്മൾ കണ്ടത്. കാണുന്നതാണ് ഇതിന്റെ സ്റ്റിയറിംഗ്, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റിയറിംഗ് വരുന്ന ഈ കാണുന്നതാണ്. അതുപോലെ നമുക്ക് ദിശ അറിയുന്നതിന് വേണ്ടി നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഒക്കെ നമ്മൾ ദിശ അറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് മുന്നോട്ടും ബാക്കിലേറ്റും ചലിപ്പിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ റിവേഴ്സ് ചെയ്യാനൊക്കെയുള്ള ഗിയർ ഷിഫ്റ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ നമ്മുടെ ഈ ഷിപ്പിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഇങ്ങനെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ കാണുന്ന ഈ ഒരു ഷാഫ്റ്റ് മുഖേനയാണ് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു വയർലെസ് മൈക്കാണ്. നമുക്ക് ഈ വയർലെസ് മൈക്ക് ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാം. പക്ഷേ കടലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു കവറേജ് നഷ്ടപ്പെടും. അവിടെയാണ് നമ്മൾ ഈ സി മൈക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സി മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരമാണ് നമുക്കിനി, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ നീണ്ടകരയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് എത്ര ദൂരം ഈ ജലപാത മുഖേന യാത്ര ചെയ്യാനുണ്ട്, എത്ര ആഴമുണ്ട്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ കാണുന്ന എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ GPS മാപ്പാണ്. നമുക്ക് ഈ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ റോഡ് വഴി പോകുമ്പോൾ നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമല്ലോ, അതിന്റെ സെയിം സംവിധാനം തന്നെ നമുക്ക് ഇതിലും ഉപയോഗിക്കുന്ന ഒരു GPS സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ടൂറിസം മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ബോട്ടോ ചെറിയ ചെറിയ ബോട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അജിച്ചേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ ഈ നമ്മൾ കരുനാഗപ്പള്ളി മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കടലും കായലും ഒക്കെ ഒരുപാടുള്ളതും ഈ രീതിയിൽ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഒരുപാടുള്ള മേഖലയാണ്. ഈ ഭാഗത്ത് ഒരുപാട് മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, പുതിയ പുതിയ വള്ളങ്ങൾ ബോട്ടുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ നമ്മളിപ്പോൾ കണ്ട രീതിയിൽ ഓരോ സെക്ഷനും കൃത്യമായ അവലോകനം ചെയ്തതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പണിത് തീർത്തു തരുന്ന അജിച്ചേട്ടൻ്റെ കമ്പനിയാണ്, യാർഡാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ? ഇത് നമ്മുടെ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ 4 കിലോമീറ്റർ പടിഞ്ഞാട്ട് വരുമ്പോഴത്തെ ആലിങ്കടവ് നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ തെക്കുവശമായി കാട്ടിക്കടവിൻ്റെയും ആലിങ്കടവിൻ്റെ ഇടഭാഗത്തായിട്ട് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യാർഡ്. ഞങ്ങളുടെ യാർഡിൻ്റെ പേരാണ് ഐലൻഡ് ബോട്ട് യാർഡ്. എന്ത് പരിപാടി വേണമെങ്കിലും ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മെയിൻ്റനൻസ് ആയാലും പുതിയതായാലും, പിന്നെ നമുക്ക് ബോട്ട് ഫീൽഡ് കണക്ഷൻ ഉണ്ട്, നമുക്ക് ബോട്ടുള്ളവരാണ്. അതുകൊണ്ട് അനുബന്ധമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ യാർഡിൻ്റെ നിർമ്മാണം കൂടി തുടങ്ങിയതും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺ.